തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ 35 മണിക്കൂറിന് ശേഷം താൽക്കാലികമായി നിർത്തി. നേവി സംഘം വൈകുന്നേരത്തോടെ എത്തുമെന്ന് അറിയിച്ചെങ്കിലും വൈകുകയാണ്, ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. അതേസമയം റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് മാലിന്യ നീക്കം നടത്തേണ്ട ഉത്തരവാദിത്തം റെയിൽവേക്ക് തന്നെയെന്ന മേയർ ആര്യ രാജേന്ദ്രൻ. അതേസമയം ജോയി അപകടത്തിൽപ്പെട്ട റെയിൽവേ ടണലിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു. 2015-17 കാലഘട്ടത്തിൽ ഓപ്പറേഷൻ അനന്ത വഴി ടണൽ വൃത്തിയാക്കിയിരുന്നു. മാലിന്യങ്ങൾ നീക്കി ഹിറ്റാച്ചി മണ്ണുമായി യന്ത്രം ടണലിനുള്ളിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ ആദ്യം കാണാം. കട്ട് ചെയ്തിട്ട് വിളിച്ചോ. നൃപൻ ചക്രവർത്തിയുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. നൃപൻ, ജോയിക്കായുള്ള തെരച്ചിൽ 35 മണിക്കൂർ പിന്നിട്ടതിന് ശേഷം ഇപ്പോൾ താൽക്കാലികമായി നിർത്തി. വെളിച്ചക്കുറവൊക്കെ തടസ്സമാണ്. അടുത്ത ദിവസം ഇത് പുരോഗമിക്കും. അതോടൊപ്പം തന്നെ ഈ നേവി സംഘം വൈകുന്നേരത്തോടെ എത്തുമെന്ന് അറിയിച്ചെങ്കിലും അവർ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. ഈ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് മാലിന്യ നീക്കം നടത്തേണ്ട ഉത്തരവാദിത്തം റെയിൽവേക്ക് തന്നെയെന്ന് മേയർ കൃത്യമായി വ്യക്തമാക്കി. എന്നാൽ ജോയി അപകടത്തിൽപ്പെട്ട ഈ ഭാഗത്തെ ടണലിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളടക്കമാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടത്. 2015-17 കാലഘട്ടത്തിൽ ഓപ്പറേഷൻ അനന്ത വഴി ടണൽ വൃത്തിയാക്കിയിരുന്നു. മാലിന്യങ്ങൾ നീക്കി ഹിറ്റാച്ചി മണ്ണുമായി യന്ത്രം ടണലിനുള്ളിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ, വാർത്തകൾ എന്തൊക്കെയാണ്? ബിനു സൂചിപ്പിച്ചതുപോലെ താൽക്കാലികമായി, അതായത് മുങ്ങൽ വിദഗ്ധർ അകത്തിറങ്ങി ജോയിക്കായി നടത്തുന്ന തിരച്ചിൽ താൽക്കാലികമായി ഒഴിവാക്കി എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ബാക്കി രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജോയി വീണ ഈ റെയിൽവേയുടെ ഈ ടണലിൻ്റെ വീണ ഭാഗത്ത് പുതിയ തടയണ നിർമ്മിക്കുന്നുള്ള ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തടയണ പൂർണ്ണമായി നിർമ്മിച്ച ശേഷം അവിടെ വെള്ളം നിറയ്ക്കും. അതായത് 5 ലക്ഷം ലിറ്റർ വെള്ളം ഈ ടണലിൻ്റെ മുന്നിൽ, ഈ തടയണയുടെ മുന്നിൽ കെട്ടി നിർത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യമം. അതിനുശേഷം ഈ ടണൽ പെട്ടെന്ന് ഈ പറഞ്ഞ തടയണ തുറന്ന് വെള്ളം അകത്തേക്ക് ശക്തമായി ഒഴുക്കി വിടുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഒഴുക്കി വിടുമ്പോൾ തട്ടി നിൽക്കുന്ന വലിയ രൂപത്തിലുള്ള ഈ അവശിഷ്ടങ്ങൾ, മാലിന്യ അവശിഷ്ടങ്ങൾ ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ജോയിയും വീണ സ്ഥലത്ത് നിന്ന് എവിടെയെങ്കിലും തങ്ങി നിൽപ്പുണ്ട് എങ്കിൽ അവിടെ നിന്ന് മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് ഒലിച്ച് താഴേക്ക് വരികയാണെങ്കിൽ ഏതെങ്കിലും മാൻഹോളിൽ വച്ച് അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ രക്ഷാപ്രവർത്തകർക്ക്, മുങ്ങൽ വിദഗ്ധർക്ക് അകത്തേക്ക് ഇറങ്ങാൻ കഴിയും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ടണലിൻ്റെ ജോയി വീണ ഭാഗത്ത് തടയണ നിർമ്മിക്കാനുള്ള ഉദ്യമമാണ്. അത് പ്രത്യേക തകര ഷീറ്റുകൾ എത്തിച്ച് ഈ ഭാഗം, ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ചപ്പുചവറുകൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രില്ലിന് മുൻപിലായി ഈ തടയണ ഇവിടെ നിർമ്മിക്കും. ഈ തടയണ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഈ ടണലിൻ്റെ ഭാഗത്തേക്ക് ജോയി ഒഴുകിപ്പോയ ഈ ഭാഗം വരുന്ന ഭാഗത്തായിരിക്കും പൂർണ്ണമായി ഇരുമ്പ് തകര ഷീറ്റുകൾ വച്ച് അടയ്ക്കുക. അടച്ച ശേഷം അതിന് പിന്നിലായി പ്രത്യേകം മണൽ നിറച്ച്, ചാക്കുകൾ നിറച്ച് ഒരു തുള്ളി വെള്ളം പോലും അകത്തുകെട്ട് പോകാതിരിക്കുന്ന തരത്തിൽ പൂർണ്ണമായി അടച്ച് ഇത് ക്ലോസ് ചെയ്യും. അതിനുശേഷം വെള്ളം ഇറിഗേഷൻ്റെയും വാട്ടർ അതോറിറ്റിയുടെയും വകുപ്പാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. അത് പൂർണ്ണമായും ഇവിടെ 5 ലക്ഷം ലിറ്റർ വെള്ളം ഇവിടെ പൂർണ്ണമായി നിറച്ചു നിർത്തും. അതിനുശേഷം രാവിലെ ഈ മുങ്ങൽ വിദഗ്ധരും, പ്രത്യേകിച്ച് നേവിയുടെ സംഘം അല്പനിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അവരും ഈ സ്ഥലത്ത് പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട്. അതിനുശേഷം അവരുടെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച സ്ഥിരീകരണം നേവി സംഘം ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഈ ജോയി വീണ സ്ഥലവും അതുമുതൽ ഈ പവർ ഹൗസ് റോഡ് വരെ ഈ പറഞ്ഞ തുരങ്കം, ഈ ടണൽ ചെന്ന് അവസാനിക്കുന്ന വരെയുള്ള പ്രദേശം നേവി സംഘം പരിശോധിക്കും. അതിനുശേഷമായിരിക്കും രക്ഷാപ്രവർത്തനത്തിൽ നേവിയുടെ പങ്ക് എന്താണ് എന്ന കാര്യം
കാര്യം വ്യക്തമാകൂ. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുങ്ങൽ വിദഗ്ധർ കഴിഞ്ഞ ഈ മണിക്കൂറുകളായി നടത്തിയിരുന്ന മുങ്ങി അകത്തേക്ക് ഈ പറഞ്ഞ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ച് ജോയിയെ കണ്ടെത്താനുള്ള ശ്രമം താൽക്കാലികമായി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ അതല്ല, മറിച്ച് രക്ഷാപ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടമാണ് ഇന്ന് രാത്രി നടക്കുക. അത് ഈ ഘട്ടമെന്ന് പറയുന്നത് ഈ ടണലിന് മുൻഭാഗത്തേക്ക് ജോയി ഒലിച്ചുപോയ ഭാഗത്തേക്ക് പൂർണ്ണമായി തകര ഷീറ്റുകൾ വെച്ച് അടച്ച് അതിന് പിന്നിൽ മണൽച്ചാക്ക് നിറച്ച് ഈ പറഞ്ഞ ടണലിനെ പൂർണ്ണമായി അടയ്ക്കുകയാണ്. അതിനുശേഷം 5 ലക്ഷം ലിറ്റർ വെള്ളം പൂർണ്ണമായി ഇവിടെ കെട്ടി നിർത്തിയ ശേഷം ബാക്കി മുങ്ങൽ വിദഗ്ധരുടെയും ഈ നേവി സംഘത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ബാക്കി മാൻഹോളുകളിലൊക്കെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയ ശേഷം പെട്ടെന്ന് ഈ തടയണ തുറന്നു വിടുകയായിരിക്കും ചെയ്യുക. ആ തടയണ പെട്ടെന്ന് തുറന്നു വിടുമ്പോൾ ശക്തമായ വെള്ളത്തിൻ്റെ കുത്തി ഒലിച്ചുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിനിടയിൽ അവിടെ എവിടെയെങ്കിലും ഈ ജോയി തടഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിന്ന് ഇത് ചലിക്കാനുള്ള സാധ്യതയുണ്ട്. ചലിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ജോയിയെ എടുക്കാൻ കഴിയും എന്നതാണ് ഈ സംഘം രക്ഷാപ്രവർത്തകരും ഒപ്പം തന്നെ ഇപ്പോൾ ദുരന്ത നിവാരണ വിഭാഗവും കരുതുന്നത്. അതിനനുസരിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ഇന്ന് രാത്രി നടക്കുക ഈ തടയണയുടെ പൂർണ്ണമായ നിർമ്മാണമായിരിക്കും. അതിനുശേഷം നാളെ എത്ര മണിക്കായിരിക്കും ഈ തടയണ തുറക്കുക എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നേവി സംഘവും ഒപ്പം തന്നെ ഇപ്പോഴുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉള്ള ദുരന്ത നിവാരണ വിഭാഗവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. ബിനു, നേവിയുടെ സംഘം 6 അംഗ സംഘമാണ്. അവർ അല്പനിമിഷങ്ങൾക്കകം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. ജോയി വീണ സ്ഥലത്ത് അവർ പരിശോധന നടത്തും. തുടർന്ന് ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിനകത്താണ് ഒരു മാൻഹോൾ തുറന്നു വച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് വെള്ളം ശക്തമായി അകത്തേക്ക് പമ്പ് ചെയ്ത് ഇടയ്ക്ക് ഈ പറഞ്ഞ മാലിന്യ വസ്തുക്കൾ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് തള്ളാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ ഘട്ടത്തിൽ അത് പൂർണ്ണമായി വിജയിച്ചില്ല. അതുകൊണ്ട് ആ പ്രദേശവും ഈ പവർ ഹൗസ് റോഡ് വരെയുള്ള ഈ ടണൽ കടന്നു പോകുന്ന 200 മീറ്റർ ആ ഭാഗവും ഈ നേവി സംഘം പ്രത്യേകം പരിശോധിക്കും. അതിനുശേഷം അവർക്ക് എന്തെങ്കിലും സാധ്യത, പുതിയ എന്തെങ്കിലും നിർദ്ദേശം പറയാനുണ്ടോ എന്ന കാര്യം കേട്ട ശേഷമായിരിക്കും ജില്ലാ കളക്ടർ അടക്കമുള്ള ദുരന്ത നിവാരണ സംഘത്തിൻ്റെ അടുത്ത നടപടികളിൽ കടക്കുക. ഇപ്പോൾ തിരച്ചിലല്ല, ഇനി തടയണ നിർമ്മാണത്തിലേക്കാണ് ഈ സംഘം മുങ്ങൽ വിദഗ്ധരും ഒപ്പം തന്നെ ദുരന്ത നിവാരണ സംഘത്തിൻ്റെയും അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഈ പലതരത്തിലുള്ള പദ്ധതികൾ പരിശോധിച്ചു. ഒന്ന്, അകത്തേക്ക് കടന്നു പോകാനുള്ള ശ്രമമാണ്. അപ്പോൾ അകത്തേക്ക് കടന്ന ഈ പറഞ്ഞ മുങ്ങൽ വിദഗ്ധർ തന്നെ പറഞ്ഞത് ഈ സിമൻറ്റ് ചാക്ക് അടുക്കി വെച്ചതുപോലെ മണ്ണും ചെളിയും ചേർന്ന് ഈ ചവർ കൂമ്പാരം പൂർണ്ണമായി മതിൽ പോലെ രൂപപ്പെട്ട അവസ്ഥയുണ്ട്. പഴയ ഇരുമ്പ് ഗ്രില്ലുകൾ പൂർണ്ണമായി തകർന്ന് അപകടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഇവർക്ക് അകത്തേക്ക് കടക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഏകദേശം 135 മീറ്ററോളം ഉള്ളിലേക്ക് ഈ മുങ്ങൽ വിദഗ്ധർ അകത്ത് പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ജോയിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇനിയുള്ള വലിയ ഉദ്യമം എന്ന് പറയുന്നത് ഈ 5 ലക്ഷം ലിറ്റർ വെള്ളം കെട്ടി നിർത്തിയ ശേഷം തടയണ പൊട്ടിച്ച് അടുത്ത മാർഗമാണ് തേടുന്നത്. ബിനു, നിർഭൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഇരുമ്പ് തടയണ സ്ഥാപിച്ച ശേഷം അതിൽ വെള്ളം നിറച്ച് പിന്നീട് അതിശക്തമായി ഇത് ഇരുമ്പ് മറ മാറ്റിക്കൊണ്ട് അതീവ ഫോഴ്സോടുകൂടി ഈ വെള്ളം കടത്തിവിടുമ്പോൾ സ്വാഭാവികമായും എവിടെയെങ്കിലും തങ്ങി നിൽപ്പുണ്ടെങ്കിൽ അത്തരത്തിൽ പുറത്തിറക്കാനുള്ള ഒരു ശ്രമം അതിൻ്റെ ഒരു ഘട്ടത്തിലേക്കാണ് ഇനി കടക്കുന്നതെന്ന് ആണ് നിർഭൻ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഈ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് മാലിന്യ നീക്കം നടത്തേണ്ട ഉത്തരവാദിത്വം റെയിൽവേക്ക് തന്നെയെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്താണ്? ബിനു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു അപകട സമയത്ത് ഈ പരസ്പര ആരോപണങ്ങൾക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി എടുക്കുന്നില്ല എങ്കിലും അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. അതാണ് ബിനു ചോദിച്ചത്. കാരണം തമ്പാനൂർ ഭാഗത്തുണ്ടാകുന്ന സ്ഥിരമായ വെള്ളക്കെട്ടിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ ആമയിഴഞ്ഞ തോട്ടിലേക്ക് കടന്നു പോകുന്ന ഈ കനാൽ പൂർണ്ണമായി അടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ കൈരളി ന്യൂസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ 2015 ഓപ്പറേഷൻ അനന്തം നടക്കുന്ന ഘട്ടത്തിൽ ഒരു ഹിറ്റാച്ചി വാഹനം പൂർണ്ണമായി ഇവിടുത്തെ ചെളിയും മാലിന്യങ്ങളും നീക്കിയ ശേഷം ഈ ചൈത്ര ഹോട്ടലിൽ നിന്ന് ഈ ഓടയിൽ നിന്ന് ആരംഭിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പവർ ഹൗസ് റോഡിൻ്റെ ഈ ഓടയുടെ കനാലിൻ്റെ മറു സൈഡിലേക്ക് പൂർണ്ണമായി മൂവ് ചെയ്ത ഒരു ഹിറ്റാച്ചി പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. അന്ന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി മുഴുവൻ ചവറും മാലിന്യങ്ങളും ഈ റെയിൽവേയുടെ ഈ ഓടയിൽ നിന്ന് കനാലിൽ നിന്ന് പൂർണ്ണമായി ടണലിൽ നിന്ന് മാറ്റിയിരുന്നു. അതിനുശേഷം തുടർച്ചയായി 4 വർഷത്തോളം ഒരു തവണ പോലും നഗരത്തിൽ തമ്പാനൂർ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടായില്ല. ഈ വെള്ളക്കെട്ടുണ്ടാകുന്നത്
ആറ്റുകുഴി ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ തമ്പാനൂര് ബസ് സ്റ്റാൻഡിൻ്റെ പിന്നിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളം SS കോവിൽ റോഡും ഒപ്പം തന്നെ മാഞ്ഞാലിക്കുളം റോഡ് പോലെയുള്ള സെക്രട്ടേറിയറ്റിൻ്റെ ഉയർന്ന പ്രദേശത്ത് നിന്ന് ഒലിച്ച് താഴേക്ക് വരുന്ന വെള്ളം നേരെ കുത്തി ഒലിച്ച് വന്ന് അവസാനിക്കുന്നത് ഈ റെയിൽവേ ടണലിലാണ്. ഈ ടണലിൻ്റെ ഭാഗത്ത് ഈ നീരൊഴുക്ക് പൂർണ്ണമായി ഉണ്ടാകുന്ന തരത്തിൽ വൃത്തിയാക്കിയിരുന്നു എങ്കിൽ വെള്ളക്കെട്ടുണ്ടാകില്ല. ഒപ്പം തന്നെ വലിയ തരത്തിൽ ചവറുകളുടെ കൂമ്പാരമായി കൂടുന്ന അവസ്ഥയും ഉണ്ടാകില്ല. ജോയി വീണപ്പോൾ ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മാറിയത് അന്ന് ഈ ഹിറ്റാച്ചി വാഹനം പൂർണ്ണമായി കടന്നുപോയ ദൃശ്യങ്ങളിൽ ഈ സമയം പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. ആ ഹിറ്റാച്ചി വാഹനം വളരെ സ്മൂത്തായിട്ടാണ് മുഴുവൻ മാലിന്യവും മാറ്റിയ ശേഷം ഇവിടെ നിന്ന് ആരംഭിച്ച് പവർ ഹൗസ് റോഡ് വരെ ആ വാഹനം മൂവ് ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ ഇത് ഈ പറഞ്ഞ സിമൻറ്റ് കോൺക്രീറ്റ് പാളികൾ മുകളിൽ കമ്പി മുഴുവൻ അടർന്നിരിക്കുന്നത് കാണാം. അത് 2015 അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അറ്റകുറ്റപ്പണികൾ അതിനുശേഷം റെയിൽവേ നടത്തിയിട്ടില്ല. അത് പലതും കമ്പികൾ പുറത്തു വരുന്ന അവസ്ഥയിലും ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലുമാണ്. ഇതിൽ വലിയ കെടുകാര്യസ്ഥത റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അതായത് റെയിൽവേയുടെ ഈ ട്രാക്കുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ച. ഇന്ന് മേയർ സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽ നീർ എന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പി പോലും കൂട്ടത്തോടെ അതുവഴി വരുന്നു. സ്വാഭാവികമായി അത് പുറത്തുനിന്ന് വരാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം തന്നെ ഈ ട്രാക്കിൽ വരുന്ന മാലിന്യങ്ങളടക്കം ഇവിടേക്ക് കൃത്യമായി ഒഴുക്കിവിടുകയാണ്. ഈ മഴ ശക്തമാകുമ്പോൾ നമുക്കത് വ്യക്തമായി അറിയാൻ കഴിയും. നൃപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങളായിട്ട് റെയിൽവേ വലിയ അനാസ്ഥ തന്നെയാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയാണ് മേയർ പ്രത്യേകമായി സൂചിപ്പിച്ചത്. പറഞ്ഞോളൂ നൃപൻ. തീർച്ചയായും ബിനു, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേയർ പറഞ്ഞ വസ്തുതയാണ്. കാരണം 2 തവണ ഒന്നിലധികം തവണ ഇത് സംബന്ധിച്ച നിർദ്ദേശം രേഖാമൂലം ഈ റെയിൽവേ അധികൃതരെ അറിയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഈ റെയിൽവേയുടെ ഭാഗം വരുന്ന ഭൂമിയാണ്. ഈ ടണൽ സംബന്ധിച്ച 200 മീറ്ററും കടന്നുപോകുന്ന റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭാഗത്താണ്. ഇത് സംബന്ധിച്ച് 2022 ഈ പറഞ്ഞ ഓപ്പറേഷൻ അനന്ത നടന്ന 2015 2017 ഒക്കെ തന്നെ പൂർണ്ണമായി വൃത്തിയാക്കിയ സ്ഥലമാണ്. അന്ന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ടാണ് ഇത് പൂർണ്ണമായി വൃത്തിയാക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇതിൻ്റെ ഒരു തുടർച്ചയുണ്ടായിട്ടില്ല. തുടർച്ച ഉണ്ടാകാത്ത കാര്യം റെയിൽവേ സംബന്ധിച്ചിടത്തോളം റെയിൽവേ ഈ ഭൂമിയിൽ ഇത് പൂർണ്ണമായും വൃത്തിയാക്കാനുള്ള അവകാശം ഒന്നുകിൽ ഇറിഗേഷൻ വകുപ്പിനോ നഗരസഭയ്ക്കോ വിട്ടുകൊടുക്കണം. അല്ല എങ്കിൽ നഗരസഭ ചോദിക്കുന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയുടെ ഭാഗമായി റെയിൽവേ പൂർണ്ണമായി ഇത് വൃത്തിയാക്കണം. ഇത് രണ്ടും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ഈ പറഞ്ഞ 2015 മുതലുള്ള വിഷ്വൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ അന്ന് വളരെ സുഗമമായി ഒരു ഹിറ്റാച്ച് കടന്നു പോകാൻ ആയിരുന്ന ഈ പറഞ്ഞ തടയണയാണ്, ഈ പറഞ്ഞ ഈ ടണലാണ് പൂർണ്ണമായും അടഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് റെയിൽവേക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും കഴിയില്ല. ഈ അപകടം നടന്ന ശേഷവും റെയിൽവേ ഈ പറഞ്ഞ നടപടികൾ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ ദുരന്ത നിവാരണ വിഭാഗവും മേയറും നഗരസഭയും മന്ത്രി അടക്കമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഇന്നാണ് റെയിൽവേയുടെ ഔദ്യോഗികമായ പ്രതികരണം വന്നത്. അപ്പോഴേയും റെയിൽവേയുടെ പ്രതികരണം വന്നത് ഇതിൽ വൃത്തിയാക്കാനുള്ള മാലിന്യം ഒലിച്ചു വരുന്നത് നഗരത്തിൻ്റെ ഭാഗത്ത് നിന്നായതുകൊണ്ട് അത് വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വവും ഇന്ത്യൻ റെയിൽവേക്കല്ല, അത് നഗരസഭയ്ക്കാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരവാദിത്തം അറിയിച്ചുകൊണ്ട് നഗരസഭയ്ക്ക് തിരിച്ച് രേഖാമൂലം റെയിൽവേ അങ്ങനെ ഒരു കത്ത് നൽകണമായിരുന്നു. ഞാൻ ഇടപെടുകയാണ് നൃപൻ. ഏതായാലും രക്ഷാപ്രവർത്തനം തിരുവനന്തപുരം ആമേഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ 35 മണിക്കൂറിന് ശേഷം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. നേവി സംഘം അല്പസമയത്തിനകം എത്തും. ഈ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് മാലിന്യ നീക്കം നടത്തേണ്ട ഉത്തരവാദിത്തം റെയിൽവേക്ക് തന്നെയെന്ന് മേയർ ആര്യ രാജേന്ദ്രനും വ്യക്തമാക്കുന്നു. സമഗ്രമായ റിപ്പോർട്ടാണ് നൃപൻ ചക്രവർത്തി നൽകിയത്.